وسلم وبارك على عبدك ورسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഫലസ്തീൻ ഇരയാര് വേട്ടക്കാരനാര് എന്നത് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ 2020 വാർഷിക റിപ്പോർട്ട് ഫലസ്തീനുമേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അധിനിവേശത്തെ വരച്ചുകാട്ടുന്ന വാർഷിക റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നത് കാണാം: വെസ്റ്റ് ബാങ്കിൽ ജീവിക്കുന്ന ഫലസ്തീനികൾക്ക് ഭക്ഷണം, മരുന്ന് തുടങ്ങിയ അത്യാവശ്യമായ അല്ല ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സഞ്ചരിക്കണമെങ്കിൽ 539 ചെക്ക് പോസ്റ്റുകൾ കടക്കേണ്ടതുണ്ട്. ഇത് 2020 റിപ്പോർട്ടാണ്. 539 ചെക്ക് പോസ്റ്റ് കടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇതൊരു ചെറിയ രാജ്യമാണ് എന്നാണ്. ചെറിയൊരു പ്രവിശ്യ, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ പ്രവിശ്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ സാധാരണ ജീവിതത്തിന്റെ തികച്ചും അത്യാവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടി നൂറുകണക്കായ ചെക്ക് പോസ്റ്റുകളിൽ ഇസ്രായേൽ പോലീസുകാരുടെ മൃഗീയമായ ചോദ്യം ചെയ്യലുകളും ഭീകരമായ വേട്ടകളും കഴിഞ്ഞു വേണം സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ എന്ന് പറയുന്നത് ആംനസ്റ്റി ഇന്റർനാഷണലിലെ 2020 ഔദ്യോഗിക റിപ്പോർട്ടാണ്. ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് ആരാണ് ഇര, ആരാണ് വേട്ടക്കാർ എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയും. ഒരു മനുഷ്യൻ അവന്റെ സാധാരണ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെക്ക് പോസ്റ്റുകളിൽ തളച്ചിടപ്പെടുക. അങ്ങനെ തളച്ചിടുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ആ ഭീകരത എന്തായിരിക്കും? ഇത് ഫലസ്തീൻ ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം മാത്രമേ ആകുന്നുള്ളൂ. അതേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഗാസ അല്ലെങ്കിൽ ഗസ പ്രദേശത്തിന് മേൽ 13 വർഷമായി കര, കടൽ, വായു മാർഗങ്ങൾ മുഴുവൻ അടച്ചിട്ടിട്ട് 2 മില്യൺ ജനങ്ങൾ അഥവാ 20 ലക്ഷത്തോളം ജനങ്ങൾ ഒരു ചെറിയ പ്രദേശത്തിന്റെ അകത്ത് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗസയെ ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന് ലോകം വിളിക്കുന്നത്. 2 മില്യൺ ജനങ്ങൾക്ക് അവരുടെ പുറം ലോകവുമായുള്ള ബന്ധം സാധ്യമാകുന്ന എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ബ്ലോക്ക് ചെയ്തിട്ട് 13 വർഷമായി എന്ന് 2020 ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുമ്പോൾ 2021 ആകുമ്പോൾ 14 വർഷത്തോളമായി ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ ഭരണ സംവിധാനം ലോകത്തുണ്ടെങ്കിൽ അതിൻ്റെ പേരാകുന്നു ചെകുത്താന്മാരുടെ രാജ്യമായ ഇസ്രായേൽ എന്ന് പറയുന്നത്. നമുക്ക് ചരിത്രത്തിലേക്ക് ഒരു അല്പം കടക്കാനേ കഴിയൂ. ഒന്നാമതായി ചരിത്രപരമായി എന്താണ് ഫലസ്തീൻ, ആരാണ് ജൂതന്മാർ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ജൂതൻ അല്ലെങ്കിൽ യഹൂദി എന്ന് പറയുന്ന ആ പേരിൽ തന്നെയുണ്ട് സംസ്കാരം അശേഷം തീണ്ടിയിട്ടില്ലാത്തവരാകുന്നു ഈ വിഭാഗം എന്നതിൻ്റെ തെളിവ്. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുക മുസ്ലിം എന്നാണ്, അഥവാ ഇസ്ലാം എന്ന സംസ്കാരത്തെ ഉൾക്കൊണ്ടവർ. അതേപോലെ
ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഹൈന്ദവ മതം ഉൾക്കൊണ്ടവർ എന്ന് പറയും. എന്നാൽ യഹൂദർ അവരെ വിശേഷിപ്പിക്കുന്നത് തന്നെ ആഢ്യത്വത്തിന്റെ അടയാളമായ ഒരു പിതാവിലേക്ക് ചേർത്തുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബിയാക്കുന്ന ഉപ്പയോട് പറയുന്ന വർത്തമാനം, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽഖമറ റഅയ്തുഹും ലി സാജിദീൻ. ഉപ്പയായ യാക്കൂബ് നബിയോട് യൂസുഫ് നബി പറയുകയാണ്, ഞാൻ സ്വപ്നത്തിൽ കണ്ടു 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം എൻ്റെ മുമ്പിൽ കുമ്പിടുന്നതായിട്ട്, സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ആ കണ്ട 11 എന്ന് പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം അടക്കം 12 യാക്കൂബ് നബിയുടെ മക്കളാണ്. ആ മക്കളിൽ ഒരാളായിരുന്നു യഹൂദ എന്ന് പറയുന്നത്. ആ യഹൂദയിലേക്ക് ചേർത്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് സാംസ്കാരികമായ എല്ലാ തരത്തിലുള്ള മതത്തിന്റെ അടയാളങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് പാരമ്പര്യത്തിൽ മാത്രം ഒരു സംസ്കാരത്തെ തളച്ചിടുന്ന വിധത്തിൽ ജൂതർ അവരുടെ പേര് പോലും സെറ്റ് ചെയ്തിരിക്കുന്നത്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പര, അതിനാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആഢ്യത്വത്തിന്റെ അടയാഭരണങ്ങൾ എടുത്തണിഞ്ഞുകൊണ്ട് ഞങ്ങളാകുന്നു ലോകത്തെ മെച്ചപ്പെട്ട വർഗം എന്ന ധാരണ സൃഷ്ടിക്കുകയും ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി തിരിച്ചു പിടിക്കുമെന്നും ആ വാഗ്ദത്ത ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നും ലോകത്തുള്ള മറ്റുള്ള എല്ലാവരും ഞങ്ങളെക്കാൾ താഴെയാണ് എന്നും സ്വയം തീരുമാനിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള വിഭാഗത്തിന്റെ പേരാകുന്നു ജൂതർ എന്ന് പറയുന്നത്. നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കാം. ഈ ഫലസ്തീൻ പ്രദേശമാണല്ലോ നമ്മുടെ വിഷയം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള പ്രദേശമാകുന്നു ഫലസ്തീൻ. കൻആൻ ദേശം എന്നാണ് ചരിത്രത്തിൽ ഫലസ്തീനിന്റെ കഥ ആരംഭിക്കുന്നിടത്ത് നിന്ന് ആ പ്രദേശത്തിന് ലഭിക്കുന്ന പേരുകളിൽ ഏറ്റവും പൗരാണികം കൻആൻ ദേശം. ആ പ്രദേശം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണല്ലോ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയിൽ നിന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് പലായനം ചെയ്യിച്ച, രാപ്രയാണം ചെയ്യിച്ച അള്ളാഹു പരിശുദ്ധൻ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലദീ ബാറക്നാ ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം വളരെയധികം പവിത്രമാണ്, ഐശ്വര്യ സമൃദ്ധിയുള്ളതാണ്. ഈ ഐശ്വര്യ സമൃദ്ധിയെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 2 കാരണങ്ങളാലുള്ള ഐശ്വര്യം, സമൃദ്ധി അവിടെയുണ്ട്. ഒന്ന്, നിങ്ങൾ നോക്കിയാൽ കാണാം, ഭൗതികമായ എല്ലാതരം സമൃദ്ധികളും, ലോകത്ത് ഏറ്റവും മുന്തിയ തരം ഒലീവ് അവിടെയാണ് വിളയുന്നത്, അത്തിപ്പഴം അവിടെയാണ് വിളയുന്നത്, അതേപോലെ തന്നെ ബദാമും അതേപോലെ ആപ്പിളും മുന്തിരിയും എല്ലാം വിളയുന്ന സമൃദ്ധമായ കൃഷിഭൂമി. നമ്മുടെ വിഷയം അവിടെയല്ല. നദികൾ, ധാരാളം വെള്ളം, അവിടെയല്ല പ്രധാനപ്പെട്ട വിഷയം കിടക്കുന്നത്. മറിച്ച് സത്യമത പ്രബോധനത്തിന് വേണ്ടി സർവശക്തനായ അള്ളാഹു നിയോഗിച്ച ഒരുപാട് പ്രവാചകന്മാർ അവരുടെ കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്ത പ്രദേശമാകുന്നു ഈ പറയപ്പെട്ട ഫലസ്തീൻ പ്രദേശം എന്ന് പറയുന്നത്. അതാണ് ബാറക്നാ ഹൗലഹു. അതിന്റെ ചുറ്റുവട്ടത്തും സാംസ്കാരിക സമൃദ്ധി കൊണ്ട് നാം നിറച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രവാചകന്മാരെ ഒന്നും എണ്ണാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അള്ളാഹു പറഞ്ഞ ഒരൊറ്റ വാക്ക് കൂടി അക്കൂട്ടത്തിൽ ഉദ്ധരിക്കാമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു പറയുകയുണ്ടായി, പ്രവാചകന്മാരിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചാൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രവാചകന്മാരിൽ ഒരാളാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. വനജ്ജൈനാഹു വലൂതൻ, ലൂത്ത് നബിയെയും ഇബ്രാഹിം നബിയെയും നാം സുരക്ഷിതമായി എത്തിച്ചു. ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ,
ബർക്കത്താക്കപ്പെട്ട ആ നാട്ടിലെത്തിച്ചു. ബാബിലോണിയക്കാരനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബാബിലോണിയ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഇറാഖിന്റെ പരിസര പ്രദേശമായിട്ട് വരും. ആ ഇറാഖിന്റെ പരിസര പ്രദേശത്ത് ഇസ്ലാമിക ദഅവത്തുമായി ജീവിക്കുകയായിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും അള്ളാഹു എതിരാളികളുടെ മർദ്ദനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് ഹിജ്റയായി പറഞ്ഞയച്ചത് ഇലൽ അർദിൽ ലദീ ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ഈ പറയപ്പെടുന്ന ഫലസ്തീൻ പ്രവിശ്യയിലേക്കാകുന്നു. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയാലും ലൂത്ത് നബി അലൈഹിസ്സലാം ആയാലും മൂസാ നബി അലൈഹിസ്സലാം ആയാലും ഈസാ നബി അലൈഹിസ്സലാം ആയാലും സക്കരിയ നബി അലൈഹിസ്സലാം ആയാലും യഹ്യ നബി അലൈഹിസ്സലാം ആയാലും ഇങ്ങനെ നൂറുകണക്കായ പ്രവാചകന്മാരുടെ പ്രബോധന കേന്ദ്രമായിരുന്നു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ഈ ചരിത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് തന്നെയായിരുന്നു അതിന്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ആ പ്രദേശം സ്വാഭാവികമായും മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വരവോടുകൂടി ലോകത്ത് വളരെ പ്രത്യേകമായ ഒരു സ്ഥിതി രൂപപ്പെടുകയാണ്. അക്കാലം വരെയുള്ള പ്രവാചക പാരമ്പര്യത്തെ വിശ്വസിച്ചു പോന്ന ഒരു വിഭാഗം, അഥവാ നാം ഇന്ന് ജൂതന്മാർ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ വളരെ കൃത്യമായിട്ട് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ പ്ലാൻ ഇടുകയാണ്. വധിക്കാൻ അള്ളാഹു അനുവദിച്ചില്ല എങ്കിലും വധിച്ചു എന്ന് ഈ ജൂത വിഭാഗം വിശ്വസിക്കുകയും അങ്ങനെ തങ്ങളുടെ നേതാവായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജൂതന്മാർ കൊന്നു എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുകയും, എന്നാൽ അങ്ങനെ ഒരു വധം തന്നെ നടന്നിട്ടില്ല എന്ന് ഇസ്ലാം ദീൻ കണിശമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഈസാ നബി അലൈഹിസ്സലാം അടക്കം എല്ലാ പ്രവാചകന്മാരുടെയും, മുൻകഴിഞ്ഞു പോയ ഒട്ടുമിക്ക പ്രവാചകന്മാരുടെയും പ്രബോധന കർമ്മ മണ്ഡലമായിരുന്നു ഈ പറയപ്പെടുന്ന ഫലസ്തീൻ എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് ഇസ്ലാമിന്, സംസ്കാരങ്ങൾക്ക് ഫലസ്തീൻ പ്രദേശത്തോടുള്ള വൈകാരികമായ ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നീട് കാലക്രമേണ മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായി മക്കയിൽ വന്ന കാലത്ത് ബൈത്തുൽ മുഖദ്ദസ് പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ഈ ഫലസ്തീൻ പ്രവിശ്യയിലേക്ക് ഇസ്ലാമിക സംസ്കാരത്തിന്റെ സന്ദേശം വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സന്ദേശം എത്തുന്നത് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായി മദീനയിൽ ചുമതല ഏറ്റെടുത്ത കാലത്താണ്. ഹിജ്റയുടെ 16-ാമത്തെ വർഷം AD 637 റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന അക്കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്വ ശക്തിയോട് ഖലീഫയായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക സൈന്യം നേരിടുകയും അവിടെ ഫലസ്തീൻ പ്രദേശത്ത്, ബൈത്തുൽ മുഖദ്ദസ് പ്രദേശത്ത് ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിക്കുകയും ചെയ്തു. അതോടുകൂടി ആ പ്രദേശങ്ങൾ വീണ്ടും സത്യമതത്തിന്റെ കീഴിലായി വരികയാണ്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഹിജ്റയുടെ 16-ാമത്തെ വർഷം ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്ന സമയത്ത് അക്കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളുടെ പോപ്പ് അന്ന് പറയുകയുണ്ടായി, പാത്രിയാർക്കീസ് പറഞ്ഞു, ഈ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ അടങ്ങുന്ന നഗരത്തിന്റെ താക്കോൽ നിങ്ങളെ മദീനയിൽ നിന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ കയ്യിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ, അദ്ദേഹത്തോട് വരാൻ പറയണം. അങ്ങനെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്രയാകുന്നത്. ഫലസ്തീനിൽ ചെന്നുകൊണ്ട് ആ ബൈത്തുൽ മുഖദ്ദസ് പ്രദേശത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയ രംഗം ചരിത്രം വളരെ ഗംഭീരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ദീർഘകാലമായി നടന്ന കുരിശുയുദ്ധങ്ങളിലൂടെ
ആ പ്രദേശങ്ങളുടെ നായകത്വം, ആ പ്രദേശങ്ങളുടെ ആധിപത്യം ക്രിസ്ത്യാനികൾ തിരിച്ചു പിടിക്കുകയും ഹിജ്റ 583 അഥവാ AD 1187 സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ രണ്ടാമത് വീണ്ടും മുസ്ലിം ആധിപത്യം ഫലസ്തീൻ പ്രദേശത്ത് നടക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് അവിടെ ജീവിക്കുന്നത് മുസ്ലിങ്ങളാണ്, അവിടെ പാർത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കണക്ക് നിങ്ങൾ കേൾക്കണം. 1948 ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ ഫലസ്തീനിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് തെളിച്ചു കൊണ്ടുപോരുന്ന സമയത്തെ ഫലസ്തീനിലെ ജനസംഖ്യാനുപാതം എത്രയായിരുന്നു എന്ന് നോക്കണം. 2% ജൂതന്മാരും 2% ക്രിസ്ത്യാനികളും 96% മുസ്ലിങ്ങളും ജീവിക്കുന്ന ഒരു പ്രവിശ്യയായിരുന്നു അക്കാലഘട്ടത്തിലെ ഫലസ്തീൻ. ശ്രദ്ധിക്കുക, 2% ജൂതന്മാർ, 2% ക്രിസ്ത്യാനികളും 96% മുസ്ലിങ്ങളും ഉള്ള പ്രദേശമായി 1948 വരെ, അഥവാ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ മധ്യം വരെ ഫലസ്തീൻ പ്രവിശ്യ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അന്നാട്ടുകാരാരായിരുന്നു? അതാരുടെ നാടാണ്? ഏതൊരു സംസ്കാരത്തിന്റെ നാടാണ് ഫലസ്തീൻ എന്ന് പറയാൻ വേറെ ഒരു കണക്കും ഒരു തെളിവും ഉദ്ധരിക്കേണ്ടതില്ല. എന്നാൽ ഇതേ കാലത്ത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മതങ്ങളാണല്ലോ ഇസ്ലാമും ക്രിസ്തു മതവും ജൂതമതവും, അഥവാ വേദം നൽകപ്പെട്ട മതങ്ങൾ എന്ന അർത്ഥത്തിൽ, ജനസംഖ്യയുടെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, വേദം നൽകപ്പെട്ട മതങ്ങൾ എന്ന അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട മതങ്ങളാകുന്നു ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ജൂതമതവും. അറബ് പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ സർവാധിപത്യം നിലനിന്നപ്പോൾ മെല്ലെ മെല്ലെ യൂറോപ്പിലേക്ക് ഇസ്ലാം എത്തിനോട്ടം നടത്തിയെങ്കിലും യൂറോപ്യൻ പ്രദേശങ്ങളിൽ ഇക്കാലം വരെയും ക്രിസ്തു മതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മതമായി നിലനിന്നു പോരുന്നത്. ചരിത്രം പറയുന്നതായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെയിരിക്കെയാണ് ലോകം ഈ 3 മതങ്ങളും ഔദ്യോഗികമായി സ്വീകരിക്കപ്പെട്ട രാജ്യങ്ങളായി ലോകത്തെ പല രാജ്യങ്ങളും മാറി. എന്നാൽ യൂറോപ്പിൽ എണ്ണത്തിൽ കുറഞ്ഞ ക്രിസ്ത്യാനികൾ പല രാജ്യങ്ങളിലും ജീവിക്കുന്നുണ്ട് എങ്കിലും യൂറോപ്യന്മാർക്ക് പാരമ്പര്യമായി ജൂതന്മാർക്ക് പാരമ്പര്യമായി ക്രിസ്ത്യാനിറ്റി ചാർത്തിക്കൊടുത്തിട്ടുള്ള ചില ചാർത്തുകളുണ്ട്, ചില മുദ്രകൾ. അവ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, വഞ്ചകന്മാരാണ് ജൂതന്മാർ, വിശ്വസിക്കാൻ കൊള്ളാത്തവരാകുന്നു, പലിശക്കാരാകുന്നു, സർവോപരി തങ്ങളുടെ ദൈവമാകുന്ന ജീസസ് ക്രൈസ്റ്റിനെ കൊന്നവരാകും. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ജൂതന്മാർ വെറുക്കപ്പെട്ടവരും ജൂതന്മാരെ അങ്ങേയറ്റം ഉന്മൂലനം ചെയ്യേണ്ടതുമാകുന്നു എന്നൊരു വിശ്വാസം, എന്നൊരു ധാരണ, എന്നൊരു പൊതുബോധം യൂറോപ്പിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ട്. അത് സാഹിത്യങ്ങളിൽ പോലും ഉണ്ട്. വിശ്വവിഖ്യാത സാഹിത്യകാരനായ ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ പോലും, രചനകളിൽ പോലും ജൂതന്മാരെ വിശേഷിപ്പിക്കുന്നത് ഒരു വാക്ക്, ഹി വാസ് എ ജ്യൂ, അവനൊരു ജൂതനാണ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവനാണ് എന്നതിന്റെ പര്യായമായിട്ടാണ് ജൂതനെ അവതരിപ്പിക്കുക. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന് ഷൈലോക്കാണ്. ആ ഷൈലോക്ക് എന്ന് പറയുന്നത്, അദ്ദേഹം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിലാണ്. ഷൈലോക്ക് എന്ന് പറയുന്നത് ഒരു കൊള്ളപ്പലിശക്കാരനായ, തട്ടിപ്പുകാരനായ, ആർത്തിപ്പണ്ടാരമായ ഒരു ജൂതന്റെ പേരാകുന്നു ഷൈലോക്ക്. ഷൈലോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ പ്രതീകവൽക്കരിക്കപ്പെടുന്നത് ജൂതന്റെ സംസ്കാരമാകുന്നു. ജൂതൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാകുന്നു, ജൂതൻ വഞ്ചകനാകുന്നു എന്ന് യൂറോപ്പ് ആകെ വിശ്വസിക്കുകയുണ്ടായി. ദൈവത്തെ കൊന്നവനാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് മുഴുവൻ ഇവരോട് പെരുമാറിയത് എങ്ങനെയെന്ന് ഒരല്പസമയം നമ്മൾ മനസ്സിലാക്കണം. ജൂതനെ എവിടെ കണ്ടാലും ആട്ടിയോടിക്കുക, കൊല്ലുക എന്നതാണ് അവരുടെ ഒരു പ്രഖ്യാപിതമായിട്ടുണ്ടായിരുന്നത്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആട്ടിയോടിച്ചു. ക്രിസ്ത്യൻ റോമൻ രാജാക്കന്മാർ, ആ രാജാക്കന്മാരുടെ പേരുകളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്.
AD 136 റോമൻ രാജാവായിരുന്ന ഹെഡ്രിയാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 4 ലക്ഷം ജൂതന്മാരെയാണ് കൊന്നുകളഞ്ഞത്. എന്താണ് അവർക്കെതിരെയുള്ള കുറ്റം എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. വഞ്ചകരാകുന്നു, ദൈവത്തെ കൊന്നവനാകുന്നു, പലിശക്കാരാകുന്നു, കള്ളപ്പലിശക്കും കൊള്ളപ്പലിശക്കും പണം കടം കൊടുത്ത് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും വരുതിയിൽ വീഴ്ത്തുന്ന ആർത്തിപ്പണ്ടാരങ്ങളാകുന്നു. ഈ ചാർജിന്മേൽ AD 136 4 ലക്ഷം ജൂതന്മാരെ ഹെഡ്രിയാൻ എന്ന റോമൻ രാജാവ് കൊന്നുകളഞ്ഞിട്ടുണ്ട്. തുടർന്ന് വന്ന രാജാക്കന്മാരെല്ലാം ഈ പാത തന്നെ പിന്തുടരുകയുണ്ടായി. കിങ് റോബർട്ട് ദ പയസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. റിച്ചാർഡ് സെക്കൻഡ്, ഡ്യൂക്ക് ഓഫ് നോർമൻഡേ, ഹെൻറി സെക്കൻഡ്, അതേപോലെ കുരിശുയോദ്ധാക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായി അറിയാം, ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിനെതിരെ എന്ന വ്യാജേന അല്ലെങ്കിൽ അപ്പേരിൽ കടന്നു വന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് അടക്കം പിടിച്ചടക്കാൻ വേണ്ടി യൂറോപ്യൻ ശക്തികളുടെ എല്ലാ സഹായത്തോടെയും നടന്നിട്ടുള്ള യുദ്ധങ്ങളാകുന്നു കുരിശു യുദ്ധങ്ങൾ. ആ കുരിശു യുദ്ധങ്ങളുടെ മറവിൽ പോലും മുസ്ലിങ്ങളെ മാത്രമല്ല ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. 1099 കുരിശു യോദ്ധാക്കൾ ജെറൂസലേം നഗരം പിടിച്ചപ്പോൾ 10,000 ജൂതന്മാരെ കൊന്നിട്ടുണ്ട്. 10,000 ജൂതന്മാരെ. AD 1320 ക്രിസ്ത്യാനികൾ ഫലസ്തീനിൽ വന്നിട്ട് 5,000 ജൂതന്മാരെ കുറ്റിയിൽ കെട്ടിയിട്ട് ചുട്ടുകൊന്നു എന്നാണ് ചരിത്രം. കുറ്റിയിൽ കെട്ടിയിട്ട് ചുട്ടുകൊന്നു. 120 ജൂത വിഭാഗങ്ങളെ നിശേഷം ലോകത്തിന് ഉന്മൂലനം ചെയ്യുകയുണ്ടായി. എന്താണ് ഇവർക്കെതിരെയുള്ള ചാർജ്? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദൈവത്തെ കൊന്നവരാകുന്നു, കൊള്ളപ്പലിശക്കാരാകുന്നു, ആർത്തിപ്പണ്ടാകരങ്ങളാകുന്നു. ഒരു പ്രദേശത്ത് വന്നാൽ ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയം, ആ പ്രദേശത്തിന്റെ സമ്പത്ത് മുഴുവനും കൈക്കലാക്കി അന്നാട്ടുകാരെ ജീവിക്കാൻ സമ്മതിക്കാത്തവരാകുന്നു എന്ന കാരണത്താലാകുന്നു ഇവരെല്ലാം കൊന്നുകളഞ്ഞിട്ടുള്ളത്. അത് ക്രൈസ്തവ യൂറോപ്പിന്റെ ചരിത്രം ഇതാകുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ടതുണ്ട്. AD 1348 നിങ്ങൾ ശ്രദ്ധിക്കണം, ജർമ്മനിയിൽ ശക്തമായൊരു പ്ലേഗ് ബാധിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്ലേഗ് ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടപ്പോ അതിന് കണ്ടുപിടിച്ച കാരണം എന്തായിരുന്നു അറിയാമോ? നാട്ടിൽ പ്ലേഗ് ബാധിക്കാൻ കാരണമാകുന്നത് ജൂതന്മാരാകുന്നു. അതുകൊണ്ട് ജൂതരെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് 12,000-ഓളം ജൂതന്മാരെ 1348 കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ്. കാരണം പ്ലേഗ് എന്ന് പറയുന്ന ദൈവ ദേഷ്യം ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ കാരണം ജൂതന്മാരാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് 12,000-ഓളം ജൂതന്മാരെ 1348 ജർമ്മനിയിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലറൊക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്തെ NRCയെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ പൗരത്വം റദ്ദ് ചെയ്തുകൊണ്ട് അവരെ കടലിലും കരയിലും ആകാശത്തിലുമല്ലാത്ത വിധം നിങ്ങൾ എങ്ങനെയെങ്കിലും നരകിച്ചോളൂ എന്ന് പറഞ്ഞ് തള്ളുന്ന പരിപാടിയുടെ പേരാണ് ഇന്ത്യയിൽ NRC എങ്കിൽ 1453 ലോകത്താദ്യമായി, ഒരു പക്ഷേ ആധുനിക ലോകത്ത് ആദ്യമായി പൗരത്വ നിഷേധം എന്ന് പറയുന്ന പരിപാടി ആരംഭിച്ചത് പോളണ്ടിലായിരുന്നു. ആർക്കെതിരെയാണെന്ന് അറിയാമോ? ജൂതന്മാരുടെ പൗരത്വം എടുത്തുകളയുക എന്നതായിരുന്നു അന്നത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. അങ്ങനെ 10,000-കണക്കായ ജൂതന്മാരുടെ പൗരത്വം 1453 പോളണ്ട് എടുത്തുകളയുകയുണ്ടായി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയേ പറ്റൂ എന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ്. ലോകത്തെ പല രാജ്യങ്ങളിലായി ചിതറപ്പെടുകയാണ് ജൂതന്മാർ. 1492 സ്പെയിൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അറബ് പ്രദേശങ്ങൾക്ക് പുറത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക നാഗരികത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷമുണ്ടായ ഇസ്ലാമിക നാഗരികതയുടെ അറബ് പ്രദേശത്തിന്റെ പുറത്തുള്ള ഏറ്റവും വലിയ ഒരു ഭാഗമായിരുന്നു സ്പെയിൻ എന്ന് പറയുന്നത്. ആ സ്പെയിനിൽ 1492 മുസ്ലിം ഭരണം പൂർണ്ണമായി നാമാവശേഷമാകുന്നത്. എന്നാൽ അതിന്റെ ദുരിതം പേറിയത് ആരാണെന്നറിയാമോ? മുസ്ലിം ഭരണം സ്പെയിനിൽ ഇല്ലാതായപ്പോൾ ഇസ്ലാമിക ഭരണത്തിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുകയായിരുന്ന ജൂതന്മാർക്ക് നാടില്ലാതായി. 3 ലക്ഷത്തോളം
ജൂതന്മാർ, 3 ലക്ഷം. ആ 3 ലക്ഷത്തോളം ജൂതന്മാർക്ക് നാടില്ലാതായപ്പോൾ യൂറോപ്പും ഏഷ്യയുമായി രാജ്യം പങ്കിടുന്ന തുർക്കിയാകുന്നു ജൂതന്മാർക്ക് അഭയം നൽകിയത്. തുർക്കിയിലേക്കാണ് ഈ ജൂതന്മാർ കൂട്ടത്തോടെ വന്നടിഞ്ഞത്. 1497 പോർച്ചുഗീസ് ജൂതന്മാരെ പൂർണ്ണമായും രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. ജൂതർ എന്ന് പറയുന്ന വിഭാഗം ഈ രാജ്യത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോർച്ചുഗീസ് ജൂതന്മാരെ പുറത്താക്കി. ഇങ്ങനെ യൂറോപ്പിന്റെ ചരിത്രം ആദ്യന്തം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരും വഞ്ചകരും ദൈവത്തെ കൊന്നവരും പലിശക്കാരും ആർത്തിപ്പണ്ടാരങ്ങളുമായ ഏത് പ്രദേശത്തെത്തിപ്പെട്ടാലും ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയവും സമ്പത്തും സംസ്കാരവും അധിനിവേശത്തിലൂടെ കീഴടക്കുന്ന ജൂതർ എന്ന് പറയുന്ന വിഭാഗത്തെ ആട്ടിയോടിക്കുക എന്നുള്ളതാണ് യൂറോപ്യൻ ചരിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. എന്നാൽ ജൂതന്മാരുടെ സുവർണകാലഘട്ടം എന്ന പേരിൽ ഒരു കാലഘട്ടത്തെ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നെന്നറിയാമോ? അത് 1492 വരെ നിലനിന്ന മുസ്ലിം സ്പെയിനിന്റെ കാലഘട്ടമായിരുന്നു. ഇങ്ങനെ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും പുറന്തള്ളാറുണ്ടായിരുന്ന ജൂതന്മാർക്ക് യൂറോപ്പിനകത്ത് അഭയം നൽകുന്നത് സ്പെയിനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്പെയിൻ ഉണ്ടായിരുന്ന കാലഘട്ടം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുവർണ കാലഘട്ടം എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കാൻ ഇടയാകുന്ന വിധം അവരവിടെ സ്വസ്ഥമായും സന്തോഷത്തോടെയും കഴിഞ്ഞു പോരുകയായിരുന്നു. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഉമവി ഭരണത്തിന് കീഴിൽ ജൂതന്മാർ ആ പ്രവിശ്യകളിൽ മുഴുവനും സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അബ്ബാസി ഭരണം എവിടെയെല്ലാം ഉണ്ടോ ആ അബ്ബാസി ഭരണം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജൂതന്മാർ സംരക്ഷിക്കപ്പെട്ടു പോന്നു. ഇസ്ലാമിക ഖിലാഫത്തുകൾ ലോകമാസകലം ഭരിച്ച ഇസ്ലാമിക ഖിലാഫത്തുകളുടെ ചരിത്രമാണ് ഈ പറയുന്നത്. പിന്നീട് AD 970 മുതൽ നിലവിലുണ്ടായിരുന്ന ഫാത്തിമി ഭരണകൂടത്തിന് കീഴിൽ ജെറൂസലേം പ്രദേശത്ത് ഗവർണറായി നിയമിച്ചത് തന്നെ ഒരു ജൂതനെയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ പ്രദേശത്ത് ജൂതന്മാർ ഉണ്ട്. അപ്പോൾ ജെറൂസലേം പ്രദേശത്ത് വളരെ ന്യൂനപക്ഷമായ ജൂതന്മാരാണെങ്കിലും അങ്ങനെ ഒരു ന്യൂനപക്ഷത്തെ കണക്കിലെടുത്തുകൊണ്ട് ജെറൂസലേം പ്രദേശത്ത് ജൂതനെ ഗവർണറായി നിയമിക്കാൻ ഫാത്തിമി ഭരണകൂടം തയ്യാറായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചരിത്രത്തിൽ വായിക്കാറുണ്ട്, മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിന്റെ ആ പ്രദേശം തിരിച്ചു പിടിക്കുകയും ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരികെ കൊണ്ടുവന്നു എന്ന് പറയുകയും ചെയ്യാറുള്ള സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് തിരിച്ചു പിടിച്ചപ്പോൾ അദ്ദേഹം ഉത്തരവിട്ടത് ഫലസ്തീനിൽ കൂടുതൽ ജൂതരെ പാർപ്പിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അതിന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹം ഉത്തരവിട്ടത്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തല്ലിക്കൊല്ലുകയായിരുന്ന, ആട്ടിപ്പുറത്താക്കുകയായിരുന്ന, ചുട്ടുകൊല്ലുകയായിരുന്ന ജൂതന്മാർ പിന്നീട് ജർമ്മനിയിൽ, ഓസ്ട്രിയയിൽ, ഹംഗറിയിലൊക്കെ ജൂതന്മാരെ കൂട്ടത്തോടെ കൊന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിറ്റ്ലറുടെ ഒക്കെ കാലത്ത് ഹോളോകോസ്റ്റിലൂടെ 10,000-കണക്കായ ആളുകളെ ചുട്ടുകൊന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും അഭയത്തിന്റെ തുരുത്തായി അവിടെയും ഇവിടെയും ജൂതന്മാർക്ക് മുമ്പിൽ അവശേഷിപ്പുണ്ടായിരുന്നത് മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം പ്രവിശ്യകളും മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന നാടുകളും മാത്രമായിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ അറിയാം. അങ്ങനെ ഇരിക്കെയാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇവരിങ്ങനെ ആട്ടിപ്പായിക്കപ്പെടുന്ന വല്ലാത്ത ദയനീയമായ അവസ്ഥ വന്നപ്പോൾ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി സയണിസം, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ സയണിസം എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം അല്ലെങ്കിൽ ജൂത ദേശീയത, ഹെഷ്കലോൺ എന്നാണ് അതിന് ഹിബ്രുവിൽ പറയുന്നത്. ഹെഷ്കലോൺ അഥവാ ജൂയിഷ് എംപവർമെന്റ്, ജൂത ദേശീയത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഉയർന്നു വരുന്നത്. ആ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം യൂറോപ്പിൽ ആരംഭിച്ച ആ സയണിസം എന്ന് പറയുന്ന രാഷ്ട്രീയ മൂവ്മെന്റിന് തിയോഡർ ഹെർസൽ നേതൃത്വം നൽകുകയും അവർ അവരുടെ ആദ്യത്തെ സമ്മേളനം സ്വിറ്റ്സർലാൻഡിൽ നടത്തുകയും ചെയ്തു. സ്വിറ്റ്സർലാൻഡിൽ സമ്മേളനം നടത്തിയിട്ട് 7 ലക്ഷ്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഇനി അങ്ങോട്ട് പറയുന്നതാണ് സയണിസം എന്ന് പറയുന്ന ലോക ജനതക്ക് മുഴുവനും ഭീഷണിയായി ഇപ്പോൾ മാറിയിട്ടുള്ള
രാഷ്ട്രീയ സംവിധാനത്തിന്റെ വളരെ കൃത്യമായ ഇടപെടലുകൾ, 7 ലക്ഷ്യങ്ങൾ അവർ രേഖപ്പെടുത്തുകയുണ്ടായി. ഒന്ന് 1898 ഇത് കൃത്യമായി പറഞ്ഞാൽ. ഒന്നാമത്തെ ലക്ഷ്യം ഫലസ്തീൻ കേന്ദ്രമായി ജൂതരാഷ്ട്രം സ്ഥാപിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് ജൂതരുടെ വാഗ്ദത്ത ഭൂമിയാകുന്നു. അൽ അർദുൽ മൗഊദ്, ജൂതരുടെ വാഗ്ദത്ത ഭൂമി. രണ്ടാമത്തേത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ജൂതന്മാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായി സയണിസം, WZA, വേൾഡ് സയണിസ്റ്റ് അസോസിയേഷൻ എന്നത് അംഗീകരിക്കുക. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ജൂയിഷ് എംപവർമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹെഷ്കലോൺ, മൂന്നാമത്തെ ലക്ഷ്യം. നാലാമത്തേത് ഹിബ്രു ഭാഷ പ്രൊമോട്ട് ചെയ്യുക. അഞ്ചാമത്തേത് ഹിബ്രു ഭാഷയും ഹിബ്രു സംസ്കാരവും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉന്നത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ആറാമത്തേത് നിങ്ങൾ നോക്കുക, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരിൽ ദേശീയ പതാകയും ദേശീയ ഗാനവും രചിക്കുക. 1898 എടുക്കുന്ന തീരുമാനമാണിത്. ജൂതരാഷ്ട്രം ഉണ്ടാകുന്നത് 948 എന്നാൽ അരനൂറ്റാണ്ട് അല്ലെങ്കിൽ അതിലധികം കാലം മുമ്പ് തന്നെ ജൂതരാഷ്ട്രത്തിന്റെ ദേശീയ പതാകയും ദേശീയ ഗാനവും എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി സമിതികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ നടന്ന ആദ്യത്തെ ജൂത സമ്മേളനത്തിൽ തന്നെ, സയണിസ്റ്റ് സമ്മേളനത്തിൽ തന്നെ. ഏഴാമതായി അവരുടെ ലക്ഷ്യങ്ങൾ, നമ്പർ 7, ഓരോ ജൂതനും അവനവനാലാകുന്നത് ജൂതരാഷ്ട്ര നിർമ്മിതിക്കായി സാമ്പത്തികമായി സഹായിക്കേണ്ടതാണ്. ഇങ്ങനെ 7 തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളുകയുണ്ടായി. നിങ്ങളിവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേക്ക് ഒരൊറ്റ നിമിഷം ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് യൂറോപ്പിൽ ഇരുന്നു കൊണ്ട് ഫലസ്തീനിൽ രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നത്? അപ്പോൾ വേണമെങ്കിൽ വാദത്തിന് പറഞ്ഞേക്കാം, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ആ പ്രദേശങ്ങൾ വൈകാരികമായി ജൂതർക്ക് അടുപ്പമുള്ള പ്രദേശങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ ആ പ്രദേശങ്ങളിലൊക്കെ ആകുന്നു ജൂതന്മാരുടെ മുൻഗാമികളായ പ്രവാചകന്മാർ പ്രബോധനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ ജൂതർക്ക് വൈകാരികമായ അടുപ്പമുള്ള പ്രദേശങ്ങളാകുന്നു എന്ന് വേണമെങ്കിൽ വാദത്തിന് വാദിച്ചേക്കാം. അതെന്തൊരു വാദമാണ്? അതേ രൂപത്തിൽ വൈകാരികമായി ഇസ്ലാമിനും ക്രിസ്തീയ മതത്തിനും ഒക്കെ പ്രാധാന്യമുള്ള നാടുകളാകുന്നു ഈ പറയുന്ന നാടുകൾ. അപ്പോ ഒരു ജൂതരാഷ്ട്രം മറ്റ് സംസ്കാരങ്ങൾ ഇപ്പോൾ തന്നെ സമൃദ്ധമായി വാണുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് ഫോഴ്സ്ഫുള്ളി സ്ഥാപിക്കുക എന്നത് അശ്ലീലമാണ് എന്ന് ഒരൊറ്റ ജൂതനും തോന്നിയില്ല. അത് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ അവരെ ആലോചിപ്പിക്കാൻ ബുദ്ധിയുള്ള ഒരൊറ്റ ജൂതനും അക്കൂട്ടത്തിൽ ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറയപ്പെടുന്ന ഫലസ്തീൻ എന്ന് പറയുന്നത് ആ ഒരു ഫലസ്തീൻ മാത്രമല്ല, ആ പ്രദേശം മുഴുവനും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നടുവിലാണ് അത് നിൽക്കുന്നത്. ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് തന്നെ ഒരു ജൂതരാഷ്ട്രം കൊണ്ടുപോയി സ്ഥാപിക്കുക വഴി ആ പ്രദേശത്ത് മുഴുവനും അസ്ഥിരത സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. നേരത്തെ ഇവരെ ആട്ടിപ്പായിക്കാൻ യൂറോപ്യന്മാർ എന്തൊക്കെ കാരണങ്ങളാണോ പറഞ്ഞിരുന്നത്, ആ കാരണങ്ങൾ സത്യമാകുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിധത്തിലാണ് ഇവരുടെ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനി അവരടങ്ങി നിൽക്കുകയല്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം കഴിയാറായതുകൊണ്ട് അല്പം ഫാസ്റ്റായിട്ട് പോയേ പറ്റൂ. ഇങ്ങനെ 1898 സയണിസ്റ്റ് പ്രസ്ഥാനം ആരംഭിക്കുകയും പിന്നീട് ഉടൻ തന്നെ അവർ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ഖിലാഫത്തുകൾ ഇങ്ങനെ വന്ന് ഫലസ്തീനും അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവനും ഇപ്പോൾ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓട്ടമൻ കാലിഫേറ്റ് എന്ന് വേണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഉസ്മാനിയ ഖിലാഫത്ത്, ആ ഖിലാഫത്തിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള പ്രവിശ്യയായ ഫലസ്തീനിലാണല്ലോ ഇവർക്ക് ജൂതരാഷ്ട്രം സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായി ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? ഓട്ടമൻ ഖലീഫയായിട്ടുള്ള, ഉസ്മാനിയ ഖലീഫയായിട്ടുള്ള ഖലീഫ അബ്ദുൽ ഹമീദിന്റെ അടുക്കൽ ചെന്നുകൊണ്ട്
ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ചർച്ച നടത്താൻ തയ്യാറാവുകയാണ് ഇവർ. സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ അടുക്കൽ ആളെ പറഞ്ഞേക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഈ ഹെർസൽ നേരിട്ട് തന്നെ ചെന്നുകൊണ്ട് സംസാരിക്കുന്നു. രണ്ടാവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. ഒന്ന്, ഫലസ്തീൻ പ്രദേശത്തേക്ക് കൂട്ടത്തോടെ വന്ന് പലായനം നടത്തി താമസിക്കാൻ ജൂതന്മാർ സമ്മതിക്കണം. രണ്ടാമത്തെ ഒന്ന്, ജൂതന്മാർക്ക് ഹജ്ജ് വേളകളിലൊക്കെ രണ്ടാമത്തെ ഒരു കാര്യം, ഹജ്ജ് വേളകളിലൊക്കെ ജൂതന്മാർക്ക് അവിടെ വരാനും അവിടെ അവരുടെ താൽക്കാലിക വാസസ്ഥലങ്ങൾ നിർമ്മിക്കാനും സമ്മതം തരണം. എന്നാൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് ഈ ആവശ്യങ്ങൾ നിരസിക്കുകയുണ്ടായി. നിരസിച്ചപ്പോൾ, കാരണം സുൽത്താൻ അബ്ദുൽ ഹമീദിന് കൃത്യമായി അറിയാം ഇവർ വരുന്നത് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത്. സുൽത്താൻ അബ്ദുൽ ഹമീദ് നിരസിച്ചപ്പോ പിന്നീട് ഒരുപാട് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ചെന്നുകൊണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പ്രലോഭിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം എന്ന നിലക്ക്. എന്താണ് ആ രണ്ടാമത്തെ ഘട്ടത്തിൽ നടത്തിയ പ്രലോഭനം എന്നറിയാമോ? ഉസ്മാനിയ ഖിലാഫത്ത് ഇപ്പോൾ സാമ്പത്തികമായി വലിയ കടത്തിലാണുള്ളത്. ആ കടം മുഴുവനും 230 മില്യൺ ജിനൈ, ഈജിപ്ഷ്യൻ ജിനൈ അല്ലെങ്കിൽ ടർക്കിഷ് നാണയം, അത്രയും വരുന്ന 230 മില്യൺ വരുന്ന ആ സംഖ്യ മുഴുവനായും ജൂതന്മാർ കടം വീട്ടിക്കൊള്ളാം. ആ രാഷ്ട്രത്തിന്റെ, നിങ്ങൾ നോക്കണം, ഒരു രാജ്യത്തിന്റെ കടം മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായി അവർ പറയുന്നത് 120 മില്യൺ ഫ്രഞ്ച് ഫ്രാങ്ക് ചെലവഴിച്ചുകൊണ്ട് ഉസ്മാനിയ ഖിലാഫത്തിന് വേണ്ടി കപ്പലുകൾ നിർമ്മിച്ചു നൽകാം. അതോടൊപ്പം ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ 35 മില്യൺ ലിറ രാജ്യത്തിന് അങ്ങോട്ടേക്ക് കടമായി നൽകാം. രാജ്യത്തിന്റെ കടം ഞങ്ങൾ വീട്ടിക്കൊള്ളാം, ഇപ്പോൾ രാജ്യത്തിന് കടമായി നൽകുകയും ചെയ്യാം, കപ്പൽ നിർമ്മിച്ച് നൽകാം. എന്തൊക്കെയാണ് അതിന്റെ ഒക്കെ പുറമെ സുൽത്താൻ അബ്ദുൽ ഹമീദിന് 50 മില്യൺ സമ്മാനമായി പാരിതോഷികമായി നൽകുകയും ചെയ്യാം. ഒന്നാം ഘട്ടത്തിലുള്ള ചർച്ച വാളിയപ്പോൾ പ്രലോഭനങ്ങളിലൂടെ അവരെ രാജ്യത്തിനകത്തേക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറാനുള്ള പദ്ധതികൾ അവര് പ്രഖ്യാപിച്ചു. 2 ഉപകാരമേ ചെയ്തു തരേണ്ടതുള്ളൂ. എന്താണ് 2 ഉപകാരം? ഒന്നാമത്തേത്, കൊല്ലത്തിൽ ഏത് സമയത്തും നിർഭയത്വത്തോടുകൂടി ഫലസ്തീനിലേക്ക് വന്ന് താമസിക്കാനും വരാനും പോകാനും ഒക്കെ ജൂതന്മാർക്ക് സൗകര്യം ചെയ്തു തരണം. രണ്ടാമത്തേത്, വന്നു പോകുന്നതിന് പുറമെ ചില പ്രദേശങ്ങളിൽ താമസിക്കാനും തമ്പടിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറയുകയുണ്ടായി. സുൽത്താൻ അബ്ദുൽ ഹമീദ് ഈ പറയപ്പെട്ട എല്ലാ ആവശ്യങ്ങളും സമ്പൂർണമായും നിരാകരിക്കുകയുണ്ടായി. സുൽത്താൻ അബ്ദുൽ ഹമീദ് പറഞ്ഞു, നിങ്ങളുടെ ആ സമ്പത്തും പ്രലോഭനങ്ങളും ഒന്നും ഈ നാട്ടിൽ ചെലവാക്കുകയില്ല, പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. പക്ഷേ അവരൊരിക്കലും അവരുടേതായ ശ്രമങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയുണ്ടായില്ല. പിന്നീട് എന്ത് നടന്നു എന്ന് നമുക്കറിയാം. ലോകക്രമത്തിൽ മാറ്റങ്ങൾ വരികയാണ്. ഓട്ടമൻ ഖാലിഫേറ്റ് അഥവാ ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിക്കുകയാണ്. ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിക്കുകയും ഫലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരികയും ചെയ്യുന്നു. ഇവിടെയാണ് ചരിത്രത്തിന്റെ ടേണിംഗ് പോയിന്റ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരികയും ചെയ്യുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അധികാരം വന്നപ്പോൾ, ഈ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നപ്പോൾ, സ്വാഭാവികമായും ഈ സയനിസ്റ്റുകൾ ബ്രിട്ടീഷുകാരെ സമീപിക്കുകയും ഞങ്ങൾക്ക് ഫലസ്തീൻ പ്രദേശത്ത് ഒരു രാജ്യം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യണം എന്ന് പറയുന്നു. പകരം ബോംബ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ കയ്യിലുണ്ട്. ഏറ്റവും മാരകമായ ബോംബ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ അത് ബ്രിട്ടന് കൈമാറാം എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം പിന്നീട് ലോകമഹായുദ്ധം നടക്കുകയാണ്. ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യുകയും ബ്രിട്ടന് വേണ്ടി പോരാടുകയും ചെയ്യാമെന്ന് വാഗ്ദത്തം നൽകുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിട്ടന്റെ പിന്നാലെ കൂടി അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകുന്നു. ബ്രിട്ടൻ ഇവർക്ക് വാക്കുകൊടുക്കുകയാണ്, നിങ്ങളുടെ അൽ അർദുൽ മൗഊദ് അഥവാ വാഗ്ദത്ത രാജ്യം എന്ന് പറയുന്ന പ്രദേശം
നിങ്ങൾക്ക് നേടിത്തരുന്നതിന് വേണ്ടി ബ്രിട്ടൻ കൂടെയുണ്ടാകുമെന്ന് വാക്കുകൊടുക്കുകയാണ്. അങ്ങനെ മെല്ലെ 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 ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ഫലസ്തീൻ പ്രദേശത്തേക്ക് ജൂതന്മാർ ക്രമേണ ക്രമേണ മെല്ലെ മെല്ലെ അരിച്ചരിച്ചരിച്ച് കയറാൻ തുടങ്ങി, ആരുടെയും സമ്മതമില്ലാതെ. അതിനാണല്ലോ അധിനിവേശം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിച്ചിരിക്കുന്നു, മറുഭാഗത്ത് ബ്രിട്ടീഷ് എംപയർ ആണ്. ബ്രിട്ടീഷ് എംപയർ ആണെങ്കിൽ ഇവർക്ക് സപ്പോർട്ടുമാണ്. ആ സപ്പോർട്ടിന്റെ ബലത്തിലാണ് മെല്ലെ 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 ഫലസ്തീൻ പ്രദേശത്തേക്ക് ഹിജ്റ എന്ന് അവർ വിളിക്കുന്ന അധിനിവേശം, വളരെ പച്ചയായി പറഞ്ഞാൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കാലഘട്ടത്തിൽ 948 മുമ്പുള്ള ആ കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 96% മുസ്ലിങ്ങളും 2% ക്രിസ്ത്യാനികളും 2% ജൂതനും താമസിക്കുന്ന ആ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് നടന്നതെന്ന് ലോകത്തിനറിയാം. അവരവിടെ ഭൂമികൾ വാങ്ങിക്കൂട്ടി. അവർ വാങ്ങിക്കൂട്ടാൻ കഴിയാത്ത ഭൂമികൾ കയ്യേറി, അവിടെയുള്ള കൃഷിഭൂമികൾ കയ്യേറി, അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കയ്യേറി. ഇതിനെല്ലാം ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കയ്യഴച്ച് സഹായം നൽകിയുണ്ടായി. 3 കാരണങ്ങളാലാണ് ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ സഹായിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ യൂറോപ്പിൽ നിന്ന് ജൂതർ എന്ന് പറയുന്ന വിശ്വസിക്കാൻ കൊള്ളാത്ത വിഭാഗത്തെ ആട്ടിപ്പായിക്കാം. 2, അറബ് പ്രദേശത്തിന്റെ നടുക്ക് ഈ ശല്യക്കാരായ ജൂതന്മാരെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ ആ പ്രദേശങ്ങളുടെ സമാധാനം എന്നേക്കുമായി ഇല്ലാതാക്കാൻ സാധിക്കും. മൂന്നാമത്തേത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇസ്ലാമിക സംസ്കാരം അതിന്റെ സാംസ്കാരിക മഹിമ കൊണ്ട് തന്നെ ലോകം മുഴുവനും പ്രചാരണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന്, ഷ്യാമിൽ നിന്നൊക്കെ ധാരാളം പണ്ഡിതന്മാരും ബുദ്ധിജീവികളും യൂറോപ്പിലേക്ക് കടന്നുപോയി ആ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക സംസ്കാരം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തെയും അതിന്റെ ചിന്തകന്മാരെയും അതിന്റെ സമ്പത്തിനെയും ഫലസ്തീൻ യുദ്ധം എന്ന് പറയുന്ന ആ പ്രദേശത്ത് എന്നേക്കുമായി തളച്ചിടുകയും വികാസം പ്രാപിക്കാൻ കഴിയാത്ത വിധം ഇസ്ലാമിക സംസ്കാരത്തെ ആ ഒരു ചെറിയ ബൗണ്ടറിയിൽ ചുരുക്കുകയും ചെയ്യുക എന്ന 3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ബ്രിട്ടൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങൾ എങ്ങനെ നീണ്ടു. ബ്രിട്ടൻ 1947 ഫലസ്തീനിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്, ഈ രാജ്യങ്ങൾക്കൊക്കെ, ലോകത്തെ പല രാജ്യങ്ങൾക്കും ബ്രിട്ടൻ സ്വാതന്ത്ര്യം നൽകിയതുപോലെ ബ്രിട്ടന് കീഴിലുള്ള രാജ്യങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം നൽകുകയാണ്, ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് ഒഴിയുകയാണ് എന്ന് 1947 പ്രഖ്യാപിക്കുകയും, എന്നാൽ ഇപ്പോൾ ധാരാളം ജൂതന്മാർ കുടിയേറിക്കഴിഞ്ഞിരിക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഞങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന ഒരു തീരുമാനത്തിൽ ബ്രിട്ടൻ എത്തുകയും ഐക്യരാഷ്ട്രസഭ ഏറ്റെടുക്കുകയും ഐക്യരാഷ്ട്രസഭ അന്ന് എടുത്ത തീരുമാനമാകുന്നു ഫലസ്തീനെ 3 വിഭജിക്കണം എന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കാം, സമയമായല്ലോ. ഫലസ്തീനെ 3 വിഭജിക്കുക എന്നുള്ളത്. 1, അറബ് ഇസ്ലാമിക രാഷ്ട്രമാകുന്ന ഫലസ്തീൻ. 2, ജൂത ഇസ്രായേൽ രാഷ്ട്രമാകുന്ന ഫലസ്തീൻ. മൂന്നാമത്തേത്, രണ്ടിലും ചേർക്കാത്ത ഒരു 3ാം ഭാഗം. ആ 3ാം ഭാഗം എന്താണ്? ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള എല്ലാ മതവിഭാഗങ്ങളും അവരുടേതായ പുണ്യഭൂമികളെന്ന് കരുതുന്ന ആ പ്രദേശം, ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള ആ പ്രദേശം, അത് ഐക്യരാഷ്ട്രസഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ 3ാമത്തെ ഒരു രാജ്യമായി അല്ലെങ്കിൽ അന്തർദേശീയ നിരീക്ഷണത്തിലുള്ള പ്രദേശമായി നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 1947 ശേഷം 48 തീരുമാനമുണ്ടാകുന്നത്. ആ തീരുമാനപ്രകാരം 1948 മെയ് 14 സ്വമേധയാ സയനിസ്റ്റുകൾ ജൂതരാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ആ പ്രഖ്യാപിച്ച, ഇനി അങ്ങോട്ടുള്ളത് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ പ്രഖ്യാപിച്ചതിന് ശേഷം ചരിത്രത്തിൽ കാലം വരെയും ഫലസ്തീനികൾ സുഖമായി ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ ആ പ്രദേശങ്ങൾ ഫലസ്തീനെന്നും ഇസ്രായേലെന്നും 2 രാജ്യങ്ങളായി വിഭജിച്ചു. എന്നാൽ ക്രമേണ 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 ഫലസ്തീനിന്റെ ഭൂമിയിലേക്ക് മാത്രമല്ല, പരിസരത്തുള്ള രാജ്യങ്ങളായ ജോർദാന്റെ ഭൂമിയിലേക്ക്, ഈജിപ്തിന്റെ ഭൂമിയിലേക്ക്,
സിറിയയുടെ ഭൂമിയിലേക്ക്, ലബ്നാന്റെ ഭൂമിയിലേക്ക്, മെല്ലെ മെല്ലെ എല്ലാ ഭൂമികളിലേക്കും അധിനിവേശം വികസിപ്പിച്ച് പ്രദേശത്തുള്ള മുഴുവൻ ശക്തികളുമായി യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തിന് സമ്പൂർണമായ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും യൂറോപ്പുമാണ്, ഫ്രാൻസാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് സാമ്പത്തികമായി വല്ലാതെയും ഒക്കെ വമ്പിച്ച സപ്പോർട്ട് നൽകിക്കൊണ്ട് ജൂതരാഷ്ട്രത്തെ ഇസ്ലാമിക പ്രദേശങ്ങളുടെ ഹൃദയഭാഗത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇങ്ങോട്ട് നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അടക്കമുള്ള ഒരുപാട് മനുഷ്യാവകാശ റിപ്പോർട്ടുകളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ആ രാജ്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി പറയുന്നത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 1947 എത്രമാത്രം ഭൂമി ഫലസ്തീന്റെ കൈവശം ഉണ്ടായിരുന്നോ രണ്ട് രാഷ്ട്രമായി വിഭജിച്ചപ്പോൾ ഇന്ന് അതിന്റെ 15% താഴെ മാത്രം ഭൂമിയെ ഫലസ്തീൻ എന്ന പേരിൽ ഭൂമിയിൽ ബാക്കിയുള്ളൂ. ബാക്കി 85% ഭൂമിയും അന്ന് വീതിച്ചെടുത്തതിൽ നിന്ന് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ക്രൂരരാഷ്ട്രം അതിക്രമങ്ങളിലൂടെ അല്പാൽപമായി തിന്നുകഴിഞ്ഞു. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. എല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധിക്കുകയാണ്. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ മിസൈൽ ആക്രമണങ്ങളെ ഇസ്രായേൽ പ്രതിരോധിക്കുകയാണ് എന്ന് പറയുന്നവരുടെ ശ്രദ്ധയിലേക്കായി കേൾക്കുക. 1948-നും 2016-നും ഇടയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ പാസാക്കപ്പെട്ടിട്ടുള്ള പ്രമേയങ്ങളുടെ എണ്ണം 225 225 പ്രമേയങ്ങൾ ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനെതിരെ പാസാക്കിയിട്ടുണ്ട്. എന്തിനാണിത്? ഫലസ്തീനിലെ കുട്ടികൾക്ക് മരുന്ന് നിഷേധിച്ചതിനെതിരെ, ഫലസ്തീനിലെ ഫാർമസി ബോംബിട്ട് തകർത്തതിനെതിരെ, ഫലസ്തീനിലെ കുട്ടികൾക്കും ഫലസ്തീനിലെ മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും മെഡിക്കൽ സഹായങ്ങൾ നിഷേധിച്ചതിനെതിരെ, ഫലസ്തീനികൾക്ക് വിദ്യുത് ശക്തി നിഷേധിച്ചതിനെതിരെ 200-ലധികം പ്രമേയങ്ങൾ. 48-നും 2016-നും ഇടയിൽ 225 പ്രമേയങ്ങൾ. അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള മനുഷ്യാവകാശ കൗൺസിലിൽ 45 പ്രമേയങ്ങൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെ പാസാക്കപ്പെട്ടതായിട്ടുണ്ട്. 2020 മാത്രം 17 പ്രമേയങ്ങളാണ് ഇസ്രായേലിനെതിരെ പാസാക്കപ്പെട്ടിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയിൽ. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കുമെതിരായി UN പാസാക്കിയ പ്രമേയങ്ങളുടെ 3 ഇരട്ടി. മനസ്സിലാക്കണം, മറ്റെല്ലാ രാജ്യങ്ങൾക്കുമെതിരെയായി UN പാസാക്കിയിട്ടുള്ള പ്രമേയങ്ങളുടെ 3 ഇരട്ടിയാണ് 2020 എന്ന ഒരൊറ്റ കൊല്ലം കൊണ്ട് ഇസ്രായേൽ എന്ന ഒരൊറ്റ രാഷ്ട്രത്തിനെതിരായി UN പാസാക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയധികം കിരാതമായ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം ആയുധമില്ലാത്ത, വെള്ളമില്ലാത്ത, വെളിച്ചമില്ലാത്ത ഒരു പ്രദേശത്തെ ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം, അമേരിക്കയും യൂറോപ്പിലെ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം എങ്ങനെയാണ് കരിങ്കൽ ചീളുകൾ മാത്രമുള്ള ഫലസ്തീനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ പ്രതിരോധമെന്ന് കാണാൻ കഴിയുക? ഫലസ്തീനികളുടെ കയ്യിലുള്ളത് കവണയാണ്, കരിങ്കൽ ചീളുകളാണ്. ആ കരിങ്കൽ ചീളുകളും കവണകളുമായി ഫലസ്തീനിലെ ചെറുപ്പക്കാർ പോലീസുകാരുടെ മുമ്പിൽ നെഞ്ചു പിരിച്ചു നിന്ന് അവർക്കെതിരെ കരിങ്കൽ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ലോകം ഒരു ഓമന പേരിട്ട് വിളിക്കും. ആ ഓമന പേരാണ് ടെററിസം എന്ന് പറയുന്നത്. കരിങ്കൽ ടെററിസം. കരിങ്കൽ ചീളുകൾ കൊണ്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുട്ടികളാണ് ടെററിസ്റ്റുകൾ. എന്നാൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം, 5 മണിക്ക് ശേഷം, 6 മണിക്ക് ശേഷം ജനങ്ങൾ മുഴുവൻ കിടന്നുറങ്ങുന്ന സമയത്ത് എയർ സ്ട്രൈക്ക് നടത്തുന്ന ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെൽഫ് ഡിഫൻസ്, പ്രതിരോധം. ഇതെന്തൊരു വിരോധാഭാസമാണ്! ഈ വിരോധാഭാസത്തിനെതിരെയാണ് ലോക മനസാക്ഷി ഉണരേണ്ടത് എന്ന് പറയേണ്ടതുണ്ട്. 20,000 കോടി ഇന്ത്യൻ രൂപയാണ്, 20,000 കോടി ഇന്ത്യൻ രൂപ അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്. ഈ 20,000 കോടി സഹായം നേരത്തെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സഹായത്തിന് പുറമെയാണ്, സൈനിക സഹായങ്ങൾക്ക് പുറമെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയധികം പ്രമേയങ്ങൾ
ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിനെതിരെ പാസാക്കിയത് പ്രധാനമായും 6-7 ചാർജുകളാണ് ഇവർക്കെതിരെയുള്ളത്. ഒന്ന്, സിവിലിയന്മാരെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫലസ്തീനികളുടെ രാജ്യം അന്യായമായി കൈയടക്കി വെച്ചിരിക്കുന്നു. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ജന്മനാട്ടിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഗസ എന്ന് പറയുന്ന പ്രദേശം ലോകത്തെ തുറന്ന ജയിലാക്കി മാറ്റിയിരിക്കുന്നു. 10 ലക്ഷത്തോളം ജനങ്ങൾക്ക് കുടിവെള്ളവും വൈദ്യുതിയും നിഷേധിച്ചിരിക്കുന്നു. വൈദ്യസഹായം നിഷേധിച്ചിരിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ജനതയെ ഒരു ചെറിയ പ്രദേശത്ത് കുടുക്കിക്കെട്ടി മനുഷ്യാവകാശങ്ങൾ മുഴുവനും ലംഘിച്ച് ഇല്ലാതാക്കി എന്ന കാരണത്താൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തിനെതിരെ ഐക്യരാഷ്ട്രസഭക്ക് നിരന്തരമായി പ്രമേയങ്ങൾ പാസാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾ നോക്കണം, നമ്മള് അമേരിക്കയുടെ വീറ്റോ പവർ എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അമേരിക്കയുടെ വീറ്റോ പവറിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്രയധികം പ്രമേയങ്ങൾ പാസാക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അമേരിക്കയുടെ വീറ്റോയിൽ തട്ടിത്തടഞ്ഞ് വീണുപോയത് എത്രയുണ്ടാകും. അങ്ങനെ 1948 ശേഷം ജൂത ഭീകരത അതിന്റെ കൊടിയ ആക്രമണങ്ങൾ കഴിച്ചുവിട്ടപ്പോഴാണ് 967 ഒരു 6 ദിന യുദ്ധം എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. 6 ദിന യുദ്ധത്തിൽ പരിസരത്തുള്ള രാഷ്ട്രങ്ങളായ ഈജിപ്തും ജോർദാനും സിറിയയും ഒക്കെ ചേർന്നുകൊണ്ട് ഫലസ്തീനെതിരെ നടത്തിയ യുദ്ധമാകുന്നു 6 ദിന യുദ്ധം. ദൗർഭാഗ്യവശാൽ ആ 6 ദിന യുദ്ധം അവസാനിക്കുമ്പോൾ പരിസരത്തുള്ള രാഷ്ട്രങ്ങളുടെ പ്രദേശങ്ങൾ കൂടി ഇസ്രായേൽ കൈയടക്കി വെക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള വളരെയധികം ഭീകരവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമായി ഇസ്രായേലിനെ ലോക മുസ്ലിങ്ങളുടെ നടുവിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് അത് യൂറോപ്യരാണ്. അവർക്കതിൽ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ഇന്നേ വരെ ജൂതന്മാർക്ക് സംരക്ഷണം ഒരുക്കിയത് ഇസ്ലാമിക സ്റ്റേറ്റുകളായിരുന്നു, ഇസ്ലാമിക രാഷ്ട്രങ്ങളായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. ഇന്നും സമാധാനത്തോടുകൂടി ആ രാജ്യത്തിന്റെ അകത്ത് ജൂതന്മാർ, അന്നാട്ടുകാരായ ജൂതന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നാട്ടുകാരായ ക്രിസ്ത്യാനികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കാർക്കും ആ രാജ്യത്തെ മുസ്ലിങ്ങളോട് ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങളുമില്ല എന്ന് മാത്രമല്ല, അവർ സമാധാനത്തോടെ കഴിഞ്ഞുകൂടുകയാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇതൊരു മുസ്ലിം പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളെ അവരുടെ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കുക എന്ന് പറയുന്ന അധിനിവേശത്തിന്റെ പ്രശ്നമാകുന്നു ഇത്. ഈ അധിനിവേശത്തിന്റെ പ്രശ്നത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ കണ്ണു തുറന്ന്, കാത് തുറന്ന്, കൽബ് തുറന്നിരുന്നു കൊണ്ട് ഫലസ്തീൻ ജനതക്കൊപ്പം നിൽക്കേണ്ടതാണ്. ICF-ഉം നല്ലവരായ മുഴുവൻ ജനങ്ങളും എന്നും ഫലസ്തീനോടൊപ്പമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.